ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മോസ്കോയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് കാണാൻ വേണ്ടി പോകണം. സിറ്റിയിൽ നിന്ന് ഏകദേശം ഇത്രയും ദൂരെ ആയതുകൊണ്ട് തന്നെ ഈ റഷ്യൻസ് മാത്രമൊക്കെയാണ് കൂടുതലും ഇങ്ങോട്ടൊക്കെ വരാറുള്ളൂ. കാരണം നമ്മളിതൊന്നും അറിയാതെ പോകും. അപ്പം ശരിക്കും റഷ്യ എന്ന് പറയുന്നത് നേച്ചർ ബ്യൂട്ടി കൊണ്ട് ഒരുപാട് അനുഗ്രഹീതമായൊരു രാജ്യമാണ്. ഇങ്ങനെ ഈ ഫോറസ്റ്റിൽ കൂടെ കുറേ ദൂരം പോയി കഴിയുമ്പോഴാണ് ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ സ്ഥലം ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഒരു 1 ഡേ ട്രിപ്പൊക്കെ പോയിട്ട് വരാൻ വേണ്ടി പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇത് നമ്മൾ പോണ വഴിക്ക് കാണുന്ന ഒരു സിമിത്തേരിയാണ്. ആർമിയിൽ ഹൈ പൊസിഷൻസ് ഒക്കെ ഉള്ളവരെയാണ് മരിച്ചു കഴിയുമ്പോഴാണ് ഇവിടെ കൊണ്ട് നടക്കുന്നത്. അതിനോട് ചേർന്നൊരു പള്ളിയുണ്ട്. ഇതൊക്കെ നമ്മൾ പോണ വഴിക്ക് കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ശരിക്കും ഒരു എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ റഷ്യൻസൊക്കെ ആണെങ്കിൽ അവരുടെ ID ഒക്കെ കാണിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അപ്പം ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻട്രൻസ് ഫീസായിട്ട് അവർ 1000 രൂപയാണ് വാങ്ങിച്ചത്. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കാട്ടിലൂടെ കുറേ ദൂരം യാത്ര ചെയ്യുകയാണ്. ആ യാത്ര കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ആ സ്ഥലത്ത് എത്തുകയുള്ളൂ. ാണ് ടെൻറ്റുകളൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് മണ്ണൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള ടെൻറ്റിനകത്ത് വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യൻസാണ് കൂടുതലും വരുന്നത്. കാരണം അവർക്കാണ് ഈ പ്ലേസ് അറിയത്തുള്ളൂ. അപ്പോൾ അവിടെ ബർത്ത്ഡേ പാർട്ടി അതുപോലെയുള്ള പാർട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ട് അവർ നടത്തുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണിത്. ശരിക്കും ഭയങ്കരമായിട്ടൊരു എന്താ പറയണ്ട, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു റിവറും അതിനനുസരിച്ചിട്ട് അതിനോട് ചേർന്നിട്ടുള്ള കുറേ കോട്ടേജുകളും ഒക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിട്ട് ഫുൾ ഡേ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. സൂത്രം കാണിച്ചാലോ, ഒരുത്തം കിടക്കുന്നുണ്ടോ? നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ്. കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. മോസ്കോയിൽ നിന്ന് ഇങ്ങോട്ട് ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് ഒരു 12 പേരൊക്കെ ഉള്ളപ്പോഴാണ് അവർ ആ ബോട്ടിങ്ങൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അപ്പോൾ റെഗുലറായിട്ടൊന്നും ഇല്ല, നമ്മൾ സെൽഫായിട്ട് വിളിച്ച് അങ്ങനെയാണ് ഇങ്ങോട്ട് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വെള്ളമൊക്കെ നിങ്ങൾക്ക് കാണാം എത്ര ക്ലീനാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം പോലെ ഒരു ദിവസം ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നീന്തി കുളിക്കാൻ പറ്റും, എന്തെങ്കിലും ഷഷ്ലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഫുഡൊക്കെ നമുക്കിവിടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ ഷഷ്ലിക്ക് ഉണ്ടാക്കുന്നേ
ഇതാണ് തന്തിർ ബ്രെഡ് കാര്യങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഷഷ്ലിക്കൊക്കെ ഉണ്ടാക്കാം. ഇവിടെ മറ്റേ ചിക്കൻ ബർബിക്യൂവിന് ഷഷ്ലിക്ക് എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഒരു ദിവസത്തേന് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എല്ലാം റെഡിയാക്കി കൊണ്ടുവരിക, ഇവിടെ വെച്ച് പൊരിക്കുക, കഴിക്കുക, വെള്ളത്തിൽ കുളിക്കുക, ചാടുക, മറിയുക. ഇത് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. പ്രൈവറ്റായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വാട്ടർ സ്പോർട്സ്, അത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് വാട്ടറിൽ. അത് ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിന് ഓരോന്നിനും ഓരോ റെൻ്റാണ് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും പേ ചെയ്യേണ്ടത്. പക്ഷേ അതൊക്കെ ഏകദേശം ഒരു 1000 2000 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലേസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ കമൻറ്റിൽ പറയുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെ ചുമ്മാ ജസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ഇവിടെ താമസിക്കുന്നവർക്കും അത് നിങ്ങൾ മോസ്കോയും റഷ്യയൊക്കെ കാണാൻ വരുന്നവർക്കും ഉപകാരപ്പെടും എന്ന് കരുതിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ജസ്റ്റ് സിറ്റി മാത്രം പോയി കണ്ടിട്ട് തിരിച്ചു പോകാതെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് കേട്ടിട്ടൊക്കെ തിരിച്ചു പോവുക. ഈ ആഗ്രഹമുള്ളവരോ എന്നോട് കമൻറ്റ് ചോദിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരാം. അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് പോവുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.